ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് AJ5. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ആപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ആപ്പ് എന്തിനെ വേണ്ടിയുള്ളതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു നമ്പർ ബോർഡ് ഉണ്ട്. ഈ നമ്പർ ബോർഡ് വെച്ച് നമുക്ക് ആ കാറിൻ്റെ ഓണറിൻ്റെ പേരെടുക്കാം, അത് ഏത് കമ്പനിയാണ്, ഏത് വർഷമാണ് അത് നമ്മൾ വാങ്ങിയതെന്നും, അതിൻ്റെ ഫ്യൂൽ ടൈപ്പ് ഏതെന്നും, അങ്ങനെ വേണ്ട അതിൻ്റെ എൻജിൻ ഏതാണെന്നും അതിൻ്റെ മോഡൽ വരെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ കുറേ ഫീച്ചേഴ്സ് അധികമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ആപ്പ് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, വെഹിക്കിൾ ഇൻഫോം എന്ന് പറഞ്ഞും ലൈസൻസ് ഇൻഫോം എന്ന് പറഞ്ഞും. വെഹിക്കിൾ ഇൻഫോം എന്നൊക്കെയാൽ നമുക്ക് അത് റിവ്യൂ ചെയ്യുന്നതാണ്. അതിന് തൊട്ട് മുമ്പ് എനിക്ക് കാണിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഓൾ കാറും ഓൾ ബൈക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാറിൻ്റെയാണ് ഒരു കാര്യം കാണിക്കാൻ പോകുന്നത്. കാറ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ കമ്പനീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വിത്ത് ലോഗോ. ഇപ്പം ഞാൻ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കുറേ കാറ് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വഴി ബൈ ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇപ്പം ഞാൻ സപ്പോസ് ഇത് നിൽക്കുകയാണ്, കണ്ടില്ലേ, 3.68 crores ഒരു കാറാണ്. കുറഞ്ഞ നമുക്ക് പറ്റുന്നതും എടുക്കാം, അതല്ല ഇങ്ങനത്തതും എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, അതിൻ്റെ GST, കാറ് റോഡിൽ ഇറങ്ങുമ്പോൾ എത്ര, ഷോറൂമിൽ ഇരിക്കുമ്പോൾ എത്ര, ഫുൾ ഇതുണ്ട്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഫുള്ള് ലെങ്ത് എത്ര, വെയിറ്റ് എത്ര, അതിൻ്റെ ഹൈറ്റ്, ഫുൾ ഫ്യൂൽ ടൈപ്പ് ഏത്, അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് ഞാൻ എടുക്കുകയാണ്, സ്പൈഡർ എന്നുള്ളത്. കണ്ടില്ലേ, അതിനകത്തും കാണാൻ പറ്റുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇനി ബൈക്കിൻ്റെ ഇവിടെ കാണിച്ചു തരാം. ബൈക്കിൻ്റെ എടുക്കുകയാണ്, ലോഡിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ബൈക്കിൻ്റെ കമ്പനീസ് കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഞാൻ ഒന്ന് എടുക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഇത് ലോഗോണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പല ടൈപ്പ് ബൈക്കിനെ. ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടം, അതെടുക്കുക. ഇപ്പം ഞാൻ സപ്പോസ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബൈക്കിനെയാണ്. കണ്ടില്ലേ, 2,00,000 സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതോട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ്, ലെങ്ത് എത്ര, വെയിറ്റ്, ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ്. എക്സ്ട്രാ ഇവിടെയുണ്ട് ഫീച്ചേഴ്സ്. അങ്ങനെ ഇനി ഞാൻ നേരെ ഈ ആപ്പിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് കടക്കാം. ഇൻഫോം എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നതാണ് വെഹിക്കിൾ ഇൻഫോം എന്ന് പറഞ്ഞാൽ, അത് നിൽക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നടൻ തന്നെയാണ്, മോഹൻലാലിൻ്റെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു നമ്പർ നമുക്ക് അടിച്ചു നോക്കാം, വരുമോ ഇല്ലയോ എന്ന്. എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരാളായതുകൊണ്ടാണ്, അല്ലാതെ ഒരു രീതിയിലും മിസ്യൂസ് ചെയ്യുന്നതല്ല. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. KL 07 CU 2020 ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. സെർച്ചിങ് ചെയ്യുന്നുണ്ട്, കണക്റ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മോഹൻലാലിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ, വെഹിക്കിൾ നെയിം ഏതാണെന്നും, എത്ര വർഷം മുമ്പാണ് ഈ വാഹനം എടുത്തതെന്നും, എവിടെയാണ് രജിസ്ട്രേഷൻ ചെയ്തതെന്നും, രജിസ്ട്രേഷൻ ഡേറ്റ് ഏതാണെന്നും, അങ്ങനെയെല്ലാം, അതിൻ്റെ എൻജിൻ ക്ലാസ്, ഫ്യൂവൽ ടൈപ്പ്, അങ്ങനെ വേണ്ട അതിൻ്റെ എല്ലാ എൻജിൻ നെയിം വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു PDF എടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം.
ഞാൻ ഇനി ഒരാളെ കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ വീണ്ടും ഇപ്പം ചെയ്യാൻ പോകുന്നത് മറ്റാളുടെ അല്ല സെർച്ച് ചെയ്യുന്നത്, ദുൽഖർ സൽമാൻ്റെ ഒരു ഇത് മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മറ്റൊരു രീതിയിൽ ഞാൻ മിസ്യൂസ് ചെയ്യുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു 2 നടന്മാരെ ആണ്. കാരണം ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രൂഫിന് വേണ്ടി. അപ്പോൾ മറ്റൊരു രീതിയിലും ഇത് മിസ്യൂസ് ചെയ്യുന്നതല്ല, ഞാൻ വീണ്ടും പറയുന്നു. സെർച്ചിങ് ചെയ്യുന്നുണ്ട്. ഇതാ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ നമ്പർ ഏതാണെന്നും വെഹിക്കിൾ നെയിം എന്താണെന്നും ഏജ് എത്രയായി എന്നും 36 വർഷം മുമ്പാണ് ഇത് എടുത്തതെന്നും അങ്ങനെയല്ല എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും എന്നാ വാങ്ങിയതെന്നും കാറിൻ്റെ ക്ലാസ് ഏതാണെന്നും ഫ്യൂവൽ ഏതാണെന്നും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതേപോലെ നമ്മുടെ സ്വന്തം കാറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക.